ഇറാനും ഇസ്രായേലും ഏതു സമയവും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളുടെ സൈനിക ശക്തി എന്തെന്നറിയാൻ ലോകം കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഇറാനും ഇസ്രായേലും പരസ്പരം ഏറ്റുമുട്ടിയാൽ ആർക്കായിരിക്കും ശക്തി, ആരുടെ പക്കലാണ് കൂടുതൽ ആയുധമുള്ളത്, ആരുടെ പക്കലാണ് കൂടുതൽ സേനകളുള്ളത് എന്നുള്ളത് തന്നെയാണ്. നമുക്കതിലേക്കൊന്ന് പരിശോധിക്കാം. ഇറാൻ്റെ പക്കലുള്ളത് പഴയ സാങ്കേതിക വിദ്യയുള്ള ടാങ്കുകളും വിമാനങ്ങളുമാണ് എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ ഈ ഒരു ടെക്നിക്കൽ പരമായി നോക്കുമ്പോൾ അല്പം പിന്നോക്കം പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും അവർ വളരെ മികച്ച സജ്ജീകരണങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇറാൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, അവർ വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്തുള്ള എക്സ്പീരിയൻസ് അവർക്ക് കൂടുതലുണ്ട്. അതായത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ സേന അങ്ങനെ വിവിധ രാജ്യങ്ങളിലോ ഇല്ലെങ്കിൽ ഇടങ്ങളിലോ ആയിട്ട് അവർ യുദ്ധം ചെയ്തിട്ടില്ല. പകരം ഇറാന് അങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ് ഇറാന് ഉണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സേന ഏതൊക്കെയെന്ന് നോക്കാം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF, ഇസ്രായേൽ നേവൽ ഫോഴ്സ് IN, ഇസ്രായേൽ എയർഫോഴ്സ് തുടങ്ങിയ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണുള്ളത്. ഇതിലെല്ലാം കൂടി 1,76,500 സൈനികരാണ് ഇസ്രായേലിനുള്ളത്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇസ്രായേലി പൗരന്മാരും നിർബന്ധിതമായി സൈനിക സേവനം ചെയ്യണം. ഇവരെ നമ്മൾ ഈ കണക്കിൽ കൂട്ടിയിട്ടില്ല. ഇറാനെ സംബന്ധിച്ച് 5,23,000 സൈനികരാണ് ഇറാൻ സേനയിൽ ഉള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അവർ മാത്രം 1,25,000 പേരുണ്ട്. ഈ ഇറാനിലുമുണ്ട് നിർബന്ധിത സൈനിക സേവനം. 19 വയസ്സ് കഴിഞ്ഞ് ഏതൊരാളും 18 മാസക്കാലം ഈ സൈനിക സേവനം അനുഷ്ഠിക്കണമെന്ന് ഒരു നിയമമുണ്ട്. അതുകൂടാതെ തന്നെ ബാസിജ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സേന, അതായത് ചാവേർ കണക്ക് പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് ഈ ബാസിജ് ഫോഴ്സ്. അങ്ങനെ ഒരു വിഭാഗവും ഇറാന് ഉണ്ട്. ഈ ഇറാൻ്റെ അതിർത്തികൾ കാക്കുന്നത്, നമ്മുടെ BSF ഒക്കെ പോലെ ഇറാൻ്റെ അതിർത്തി കാക്കുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെഗുലേഷൻ ഫോഴ്സാണ്. 18,000-ഓളം നാവികസേനാംഗങ്ങളാണ് ഇറാന് ഉള്ളത്. 30,000-ഓളം വ്യോമസേനാംഗങ്ങളും ഇറാനുണ്ട്. ഇനി ടാങ്കുകളുടെ എണ്ണം എടുക്കാം. ടാങ്കുകളുടെ എണ്ണം എടുത്ത ഇസ്രായേലാണ് ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത്. 3,500 ടാങ്കുണ്ട്. ഇറാന് 1,613 ടാങ്കുകൾ മാത്രമാണുള്ളത്. വിമാനത്തിലും ഇസ്രായേൽ തന്നെയാണ് മുമ്പിൽ. ഇസ്രായേലിന് 1,701 വിമാനങ്ങളും ഇറാന് ഏതാണ്ട് 700 വിമാനങ്ങളും മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് 1,484 കവചിത കാരിയറുകളുണ്ട്. 5,432 ഭീരങ്കികളും ഉണ്ട്. ഇറാനെ സംബന്ധിച്ച് 23 അന്തർവാഹിനികളുണ്ട്. ഇറാൻ്റെ ഈ നാവികസേന കുറേ ശക്തമാണ്. 23 അന്തർവാഹിനികളും ആഴം കുറഞ്ഞ ജലാശയത്തിൽ പ്രവർത്തിക്കുന്ന 12 അന്തർവാഹിനികൾ വേറെയുമുണ്ട്. അതുപോലെ തന്നെ ഇവരെ സഹായിക്കാനായിട്ട് 8 ഈ സഹായക കപ്പലുകളും ഇറാനുണ്ട്. ഇസ്രായേലിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പൽപ്പടയാണ്. അവരുടെ 57 അന്തർവാഹിനികളാണ് അവർക്ക് ഉള്ളത്. ഒപ്പം തന്നെ അവർക്ക് 3 പ്രധാനപ്പെട്ട യുദ്ധ കപ്പലുകളുമുണ്ട്. ഈ കപ്പലുകളിലൊക്കെ അവർ വിന്യസിച്ചിരിക്കുന്നത് 27 ബോയിങ് F, 15 ഈഗിള്, 7 F, 15 B, 90 F, 16 A ഫൈറ്റിംഗ് ഫാൽക്കണുകൾ ഉൾപ്പെടെ 168 യുദ്ധവിമാനങ്ങൾ ഈ യുദ്ധക്കപ്പലുകളിൽ ആയിട്ട് ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ യുദ്ധശേഷിയുള്ള 460 വിമാനങ്ങൾ പൂർണ്ണ സജ്ജമായി തന്നെ നാവികസേനയ്ക്കൊപ്പവും കരസേനയ്ക്കൊപ്പവും അണിചേരാൻ കാത്തു നിൽക്കുന്നു. മറുവശത്ത് യുദ്ധശേഷിയുള്ള, അതായത് ഇറാനിൽ യുദ്ധശേഷിയുള്ള 336 വിമാനങ്ങളാണ് ഉള്ളത്. ഒപ്പം തന്നെ ഗ്രൗണ്ട് അറ്റാക്കിന് വേണ്ടി 108 വിമാനങ്ങൾ വേറെയുമുണ്ട്. ഇനി മിസൈലുകളുടെ ഒരു പരിധിയും ശക്തിയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ പക്കലുള്ള മിസൈലിന് വലിയ പ്രഹരശേഷി ഉള്ള മിസൈലാണ്, വലിയ ദൂരം പോകാനുള്ള മിസൈലാണ്. 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇറാൻ്റെ മിസൈലാണ് ഷഹാബ്. മറ്റൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. 1,600 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗദ്ദർ 1, സജിൽ 2 എന്നിവരുണ്ട്. ഇതിൽ ഷഹാബ് 3 എന്ന് പറയുന്ന പുതിയൊരു മിസൈൽ കൂടി ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് 2,400 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇറാനെ സംബന്ധിച്ച് അവർ ആണവ രാജ്യമല്ല, ആണവരാജ്യമാകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പരീക്ഷണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ പക്കൽ ആണവായുധമുണ്ട് എന്ന് ലോകം കരുതുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രാഥമികമായ സൈനിക ബലം. സ്വാഭാവികമായി നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെയും കൃത്യമായ ഒരു കണക്കും വിവരങ്ങളും ഒന്നും തന്നെ പുറത്ത് വരാറില്ല. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ ഡിഫൻസ് സൈറ്റുകളും ഡിഫൻസ് ഓൺലൈനുകളും ലോകത്തെമ്പാടുമുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് തന്നെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.